ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ PSC നിലവിൽ നമ്മുടെ SA മെയിൻസ് എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ ആൻസർ കീ നോക്കുകയാണെങ്കിൽ 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിലവിൽ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ GK ഭാഗത്ത് നിന്ന് 3 ചോദ്യവും നമ്മുടെ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ഒരു ചോദ്യവും അതുപോലെ തന്നെ നമ്മുടെ മാത്സ് ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ മാത്സ് ഭാഗത്തൊക്കെ നമ്മുടെ ഒറ്റയാനെ കണ്ടെത്തുക ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലവിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റയാനെ കണ്ടെത്തുക ഓഡ് മാൻ ഔട്ട് എന്തിനാണ് PSC നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ ഏതാനും പരീക്ഷകളായിട്ട് ഈ ഒരു ഓഡ് മാൻ ഔട്ട് ചോദ്യം PSC ചോദിക്കുകയും നമ്മുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിൽ PSC ഇപ്പോൾ നിലവിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിലീഷൻ നമ്മുടെ കട്ട് ഓഫിനെ ആയാലും നമ്മുടെ പരീക്ഷയായാലും എങ്ങനെ ബാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? ഈ ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നമ്മുടെ രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ് എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം കൂടി നമ്മുടെ PSC ഇപ്പോൾ നിലവിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പട്ടികയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മുടെ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓഡ് മാൻ ഔട്ട് ഒറ്റയാനെ കണ്ടെത്തുക ഈ ഒരു ചോദ്യം, ഈ ഒരു മാത്സ് ചോദ്യം കൂടി നമ്മുടെ ഒരു എക്സാമിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ട 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം നമ്മുടെ ഡിലീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആവറേജ് നമ്മളൊരു കണക്കെടുക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു 2 മാർക്ക് 3 മാർക്ക് അതിനിടയിലായിരിക്കണം ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിലധികവും നഷ്ടപ്പെട്ടവരുണ്ടാവും. എന്നാൽ നമ്മളൊരു ആവറേജ് കണക്കാണ് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോടും കാര്യങ്ങളിലൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മാർക്ക് ഒരു 2 മാർക്കിനും ഒരു 3 മാർക്കിനും ഇടയിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർക്ക് ഉണ്ടാവും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ഈ ഒരു എക്സാമിന് നമ്മുടെ പ്രൊഫഷനിൽ വന്നപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു കട്ട് ഓഫ് ഉണ്ടാവും. ആ ഒരു കട്ട് ഓഫിൽ നിന്നും ഈ ഒരു ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം ഒരു 2 മാർക്ക് 3 മാർക്ക് അതിനിടയിൽ കുറയാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. അപ്പോൾ നമുക്കറിയാം PSC ഒരു എക്സാം കഴിഞ്ഞ വർഷത്തെ SA മെയിൻസ് എക്സാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുള്ള എക്സാം ആയിരുന്നു ഇത്തവണ PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ PSC കഴിഞ്ഞ തവണ എത്ര ആൾക്കാരെയാണോ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, കഴിഞ്ഞ തവണയൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലായാലും മെയിൻ ലിസ്റ്റിലായാലും നമ്മുടെ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര തന്നെ ആൾക്കാരെ ഇത്തവണ ഉൾപ്പെടുത്താനാണ് PSC തീരുമാനിക്കുന്നതെങ്കിൽ ഇത്തവണ എന്തായാലും കട്ട് ഓഫ് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കട്ട് ഓഫ് എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും കൂടും. പക്ഷേ ഈ ഒരു ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം കട്ട് ഓഫിൽ നമ്മൾ മുന്നേ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കട്ട് ഓഫിൽ 1, 2, 3 മാർക്കൊക്കെ കുറയാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാം കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അതുകൂടാതെ നമുക്കൊരു ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ഫിസിക്കൽ അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റിൽ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലും അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ആയിരിക്കുക. ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫിസിക്കലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആയിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.